ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖി ദ മല്ലു ബിഗ് ബോസ്. ഏറ്റവും പുതിയ ഒരു വീഡിയോ, അതായത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബോസ് സീസണിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളുടെ സൂചനകൾ, അതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ നിങ്ങൾ ആഘോഷിച്ച് ആസ്വദിച്ച് വിശകലനം ഒക്കെ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി അങ്ങോട്ട് 100 ദിവസങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒരുപാട് സീസണുകളിൽ നമ്മൾ പകുതി വെച്ച് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ തീരുമാനങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട്, അത് ലാലേട്ടന്റെ ആങ്കറിങ് ആയാലും ഏഷ്യാനെറ്റിന്റെ ചില തീരുമാനങ്ങളായാലും നമ്മൾ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ പിന്തുണ, അതായത് കാണുന്ന സാധാരണ പ്രേക്ഷകരുടെ പിന്തുണ അടിമുടി ഉറപ്പാക്കാനുള്ള ഒരു സീസൺ 7 എന്ന് പറയുന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രോമോയിൽ നിന്ന് തന്നെ ലഭിച്ച ചില സൂചനകളാണ്. പലതരത്തിലുള്ള ഗെയിമുകളും സേഫ് ഗെയിമുകളില്ല. ഏതായാലും കൃത്യമായിട്ട് ചില മാറ്റങ്ങൾ നോക്കാം, ഏതൊക്കെ മേഖലയിലേക്കും വരുന്നത്. അത് ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിഗ് ബോസ് ഫീഡിന്റെ പ്രോമോ നമ്മൾ കണ്ടു. ആ ഒരു റൂമിന്റെ ക്രമീകരണം തന്നെയാണ്. ഇത്തവണ 4 പ്രത്യേക മുറികളോ ഗ്രൂപ്പുകളോ ഗ്രൂപ്പിസമോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള സാധ്യത കൊടുക്കുന്ന തരത്തിൽ ഒരു കോമൺ ലിവിംഗ് ബെഡ്റൂം, അതാണ് ഇത്തവണത്തെ പണ്ടത്തെ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഒരു സൂചന. മറ്റൊന്ന്, ക്യാപ്റ്റന് ലഭിക്കുന്ന അധികാരങ്ങൾ മാറാൻ പോകുന്നു. അതും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്തവണ കൊടുക്കുന്ന ടാസ്കുകളും വളരെ സിമ്പിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പാൽക്കുപ്പി ടാസ്കുകളോ, നമ്മൾ സ്ഥിരം അതിൽ വരുന്ന ഒരു വിമർശനമാണ്. മലയാളികൾ അതിനെല്ലാം സത്യത്തിൽ ചെറുതായിട്ട് കാണാറുമുണ്ട്. ബിഗ് ബോസ് എന്താ നഴ്സറി പിള്ളേർക്ക് കളിക്കാനുള്ളതാണോ? ഒരു തരത്തിലും ഇല്ലല്ലോ. നമ്മൾ സൽമാൻ ഖാനെയും ഹിന്ദി ബിഗ് ബോസിനെയും ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ പല ആക്ഷേപങ്ങളും ഉയർത്താറുണ്ട്. അതിനെല്ലാം ഒരു തടങ്ങുവിലയായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം മാറ്റം നടത്തിക്കൊണ്ട് ഇത്തവണ പുതുമയാർന്ന ചില ഗെയിമുകളും കഠിനമായിട്ടുള്ള ചില ടാസ്കുകളും ഉണ്ടാകുമെന്നത് യാതൊരുവിധ സംശയവുമില്ല. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് കുംഭസാര റൂം, ആ രീതിയിൽ അവതരിപ്പിക്കുന്ന പുതിയ ചില സംവിധാനങ്ങളാണ്. അത് അത്തരമുള്ള പുതിയ രീതികളിൽ ഒന്ന് മാത്രമായിരിക്കും. ഇതുപോലെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥിയും കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന, സേഫ് ഗെയിം അല്ലാതെ ഒരു പരസ്യമായിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. പിന്നെ ഒന്ന് വോട്ടിംഗ് ആയിരിക്കും. വോട്ടിംഗ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറ്റം എന്ന് പറയുന്നത് ഇത്തവണ വോട്ടുകളുടെ എണ്ണം ലിമിറ്റേഷൻ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ സുതാര്യമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്താനും, ചിലപ്പോൾ ഏഷ്യാനെറ്റിന്റെ തന്നെ ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് കൃത്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ ഓരോ സമയത്തും ലഭിച്ചിരിക്കുന്ന വോട്ടുകളുടെ അപ്ഡേറ്റുകൾ അറിയാൻ വരെ നമുക്ക് ഒരു വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ കാണുന്നതിനോടൊപ്പം വരികയാണ് ഓഗസ്റ്റ് 3 മുതൽ നിങ്ങളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളും ബിഗ് ബോസിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക.